ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ മഞ്ഞപ്പുല്ല് പൈതൽമല ട്രക്കിങ്ങിലാണ്. അപ്പോൾ ട്രക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള എനർജി ലോസ് ചെയ്യാതെ എഫിഷ്യൻ്റ് ആയിട്ട് കൂടുതൽ ദൂരം എങ്ങനെ ട്രക്ക് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള 3 ഹാക്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ട്രക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഉപകാരപ്പെടും. ഇപ്പോൾ തന്നെ സേവ് ചെയ്യുക. ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ഹാക്ക് നമ്പർ 1. സാധാരണ ബിഗിനേഴ്സിന് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. അവർ വേഗം എത്താൻ വേണ്ടിയിട്ട് നല്ല ലോങ് സ്റ്റെപ്പ് എടുക്കും. ഈ ലോങ് സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ്ഗർ മസിൽസ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. മാത്രമല്ല നമുക്ക് ഭയങ്കരമായിട്ട് എനർജി ആവശ്യമായിട്ടും വരും. ഈ സമയത്ത് നമ്മുടെ എനർജി സിസ്റ്റം എറോബിക് സിസ്റ്റത്തിൽ നിന്ന് ഗ്ലൈക്കോലിറ്റിക് സിസ്റ്റത്തിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എനർജി ലോസ് ആവാൻ സാധ്യതയുണ്ട്. അതിന് പകരം നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ആണ് കൂടുതൽ വർക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ എറോബിക് സിസ്റ്റത്തിലാണ് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ദൂരം അത്ര ക്ഷീണമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കും. ഹാക്ക് നമ്പർ 2. നോ യുവർ പേസ്. നിങ്ങളുടെ മുന്നിൽ കുറേ ആളുകൾ സ്പീഡിൽ നടക്കുന്നുണ്ടെന്ന് കരുതി നിങ്ങളുടെ സ്പേസ് അതാവണമെന്നില്ല. ഓരോരുത്തരുടെയും പേസ് വ്യത്യസ്തമായിരിക്കും. അത് കുറേ ട്രെക്കിങ് ചെയ്ത് പരിചയമായതിനു ശേഷമേ നിങ്ങളുടെ പേസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹാക്ക് നമ്പർ 3. ഹൈഡ്രേറ്റ് വെൽ. ഒറ്റയടിക്ക് കുറേ വെള്ളം കുടിക്കാതെ നടക്കുന്ന സമയത്ത് 10 മിനിറ്റോ 15 മിനിറ്റോ കൂടുമ്പോൾ എപ്പിസോഡ്സ് ആയിട്ട് സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുക. ഇത് നിങ്ങളെ കുറച്ചധികം ദൂരം ക്ഷീണിക്കാതെ ഫെറ്റീഗ് മസിൽ ക്രാംസ് ഒന്നും വരുത്താതെ ട്രെക്ക് ചെയ്യാൻ സഹായിക്കും. വൺ ലാസ്റ്റ് ടിപ്പ്. നിങ്ങളുടെ കയ്യിൽ ഹെവി ആയിട്ടുള്ള ബാക്ക് പാക്സ് ഉണ്ടെങ്കിൽ അത് ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഫിറ്റാക്കി വെക്കുക. ഇത് എനർജി ലോസ് ചെയ്യാതെ നിങ്ങൾക്ക് ലോഡ് കുറച്ചുകൂടെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. സോ ഫ്രണ്ട്സ്, ഫോളോ ഫോർ മോർ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ്. താങ്ക് യു.